ചിറ്റപ്പനും അകത്തേക്കോ? CPM നേതാവ് EP ജയരാജന് എതിരായിട്ടുള്ള ഒരു കേസ് ഇപ്പോൾ മുറുകുകയാണ്. അദ്ദേഹം വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മർദ്ദിച്ചു എന്ന ജയരാജന്റെ കേസ് ഇപ്പോൾ കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. പോലീസ് അദ്ദേഹത്തിന് നൽകിയ ക്ലീൻ ചിറ്റ് കോടതി റദ്ദാക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നു, വീണ്ടും ജയരാജനെതിരെ അന്വേഷണം നടത്തണം. പുനരന്വേഷണം നടത്തി CCTV ദൃശ്യങ്ങളടക്കമുള്ളവ പരിശോധിച്ചുകൊണ്ട് പുതിയ കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി കോടതി ഉത്തരവിട്ടിരിക്കുന്നു. EP ജയരാജൻ വലിയ പ്രതിരോധത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ ഈ കേസിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അത്രമാത്രമുണ്ട്. കാരണം വിമാനത്തിൽ വെച്ച് നടന്ന ഒരു ആക്രമണ സംഭവമായതുകൊണ്ട് തന്നെ കോടതി ഈ ഒരു കേസിനെ വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. എന്താണ് ഈ ഒരു കേസിന്റെ പശ്ചാത്തലം എന്ന് നമുക്ക് പരിശോധിക്കാം. 2022 ജൂൺ 13 അന്ന് ഇൻഡിഗോ വിമാനമായ 6E7407 എന്ന് പറയുന്ന വിമാനത്തിൽ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും EP ജയരാജനും യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ആ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, അവരുടെ പേര് ഫർസീൻ മജീദ്, PK നവീൻ കുമാർ, സുധീഷ് ജെയിംസ്, ശബരിനാഥൻ എന്നീ 4 പേർ മുഖ്യമന്ത്രിക്ക് എതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. എന്താണ് അതിന്റെ പശ്ചാത്തലം എന്ന് ചോദിച്ചാൽ, അന്ന് ഈ സ്വപ്ന സുരേഷും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് കേസ് വലിയ തോതിൽ കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു അത്. അതുകൊണ്ട് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് എതിരായി പ്രതിഷേധിച്ചുകൊണ്ട് വന്നപ്പോൾ EP ജയരാജൻ ഈ 4 പേരെയും തള്ളി താഴെയിട്ടു എന്നുള്ളതാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്ന ഒരു കേസ്. അതിന് എതിരായി ജയരാജൻ കൊടുത്ത ഒരു കേസ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ഒരു വധശ്രമമാണ് അവിടെ ഉണ്ടായത്, അതിനെ പ്രതിരോധിക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്നാണ് ജയരാജൻ കൊടുത്ത കേസ്. അങ്ങനെ 2 കേസുകളാണ് തിരുവനന്തപുരത്തെ വലിയതുറ പോലീസ് സ്റ്റേഷനിലുള്ളത്. ഈ 2 കേസുകളിൽ ജയരാജന് എതിരായിട്ടുള്ള കേസ് പോലീസ് ക്ലീൻ ചിറ്റ് നൽകി. അതായത് ജയരാജൻ ഈ യുവാക്കളെ ആക്രമിച്ചിട്ടില്ല, അതുകൊണ്ട് ഈ കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ട് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ്. കോടതി പറയുന്നത് ഒരു കാരണവശാലും ഈ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ല, മറിച്ച് അന്ന് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യം അറിഞ്ഞേ പറ്റുകയുള്ളൂ. ഈ സംഭവത്തെ തുടർന്ന് ഇൻഡിഗോ കമ്പനി ജയരാജന് 3 ആഴ്ചത്തേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ള കാര്യമൊക്കെ കൂടി കോടതി ഒരു പക്ഷേ പരിശോധിച്ചിരിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ ഒരു പോലീസിന്റെ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് കോടതി തള്ളിയത്. കോടതി ഇന്ന് പറഞ്ഞത്, ഈ വിമാനത്തിൽ CCTV ദൃശ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ദൃശ്യങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നതിനെ കുറിച്ച് ഈ അന്വേഷണം പോരാ, പുനരന്വേഷണം വേണമെന്നാണ് വലിയതുറ SHOയ്ക്ക് ഇന്ന് നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം. അതുകൊണ്ട് EP ജയരാജൻ വലിയ തോതിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കാരണം ഈ CCTV ദൃശ്യങ്ങൾ അന്ന് ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, കാരണം ഈ 2022 എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയമാണ്. അന്ന് വളരെ നിർണായകമായ സ്ഥാനമാണ് EP ജയരാജനുള്ളത്. അപ്പോൾ അന്നത്തെ ഭരണത്തിന്റെ തണലിൽ അല്ലെങ്കിൽ അതിന്റെ പഴുത് ഉപയോഗിച്ചുകൊണ്ട് EP ജയരാജൻ രക്ഷപ്പെട്ടുവെന്നും അതുകൊണ്ട് ഈ ഒരു കേസ് വീണ്ടും പുനരന്വേഷിക്കണമെന്നുമാണ് ഈ 4 പേരുടെ ആവശ്യം. യൂത്ത് കോൺഗ്രസ്സുകാരുടെ 4 പേരുടെ ആവശ്യം അങ്ങനെയാണ്. അപ്പോൾ കോടതി ഈ ഒരു അവരുടെ ന്യായത്തിലേക്ക് വരുന്നോ എന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഈ പുനരന്വേഷണം വേണമെന്ന് പറയുമ്പോൾ ഇവർ ഈ ഫർസീൻ മജീദും PK നവീൻ കുമാറും അടക്കമുള്ള ഈ 4 പേർ EP ജയരാജന് എതിരായി നൽകിയിട്ടുള്ള ആ കേസിന് അനുകൂലമായിട്ടാണോ കോടതിയുടെ ഈ ഒരു നിർദ്ദേശമെന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചെടുക്കാം. എന്ത് തന്നെയായാലും കോടതി എന്ന് പറഞ്ഞത് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് ഈ കേസ് പുനരന്വേഷിക്കുകയും പുതിയ കുറ്റപത്രം നൽകുകയും വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു വലിയതുറ പോലീസിനോട്. അതുകൊണ്ട് തന്നെ ജയരാജൻ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ കള്ളം പറയില്ലല്ലോ. കോടതിയുടെ മുന്നിൽ അതെത്തുമ്പോൾ പോലീസിനും കള്ള റിപ്പോർട്ട് എഴുതാൻ കഴിയില്ല. മാത്രമല്ല ഭരണം മാറിയിരിക്കുന്നു,
പഴയതുപോലെ സ്വാധീനം ചെലുത്തി പോലീസിന് മേൽ കൃത്രിമ റിപ്പോർട്ടും ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ് EP ജയരാജന് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഈ ഒരു അക്രമ നടപടി ശരിയാണെന്ന് CCTV ദൃശ്യങ്ങൾ കണ്ട് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി എടുക്കുകയും ഒരുപക്ഷെ അദ്ദേഹത്തിനെ ജയിലിലേക്ക് മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. നമുക്കതിനെക്കുറിച്ചൊന്നും മുൻകൂട്ടി പറയാൻ കഴിയില്ല, കാരണം കോടതിയുടെ മുന്നിലിരിക്കുന്ന കാര്യമാണ്. എന്ത് തന്നെയായാലും ഇത് ജയരാജന് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ആ ക്ലീൻ ചിറ്റ് റദ്ദാക്കിയതോടുകൂടി അദ്ദേഹം നിയമപരമായിട്ടുള്ള വലിയൊരു പ്രതിസന്ധിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. കോടതി ഈ പറയുന്ന പുതിയ അന്വേഷണ റിപ്പോർട്ട് എങ്ങനെ കാണുന്നു, ആ CCTV ദൃശ്യങ്ങളിലെ യഥാർത്ഥ ദൃശ്യങ്ങൾ എന്താണ്, യാഥാർത്ഥ്യം എന്താണ്, ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നതാണോ ശരി, അതോ EP ജയരാജൻ പറയുന്നതാണോ ശരി, പോലീസ് നൽകിയ ക്ലീൻ ചിറ്റ് എത്രത്തോളം വാസ്തവമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഒരുപക്ഷെ പോലീസും കുടുങ്ങും, ഇത് തെറ്റായിട്ടാണ് നൽകിയതെങ്കിൽ പോലീസുകാരും കുടുങ്ങും. അങ്ങനെ ഇത് ഒരുപാട് നിയമപ്രശ്നങ്ങളുള്ള ഒരു കേസാണ്. അപ്പോൾ ഈ കേസിലേക്ക് വീണ്ടും പുനരന്വേഷണം വരികയും CCTV ദൃശ്യങ്ങളടക്കമുള്ള പുതിയ തെളിവുകൾ EP ജയരാജനെതിരായിട്ട് വരികയും ചെയ്യുമ്പോൾ അദ്ദേഹം വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കും ഒപ്പം തന്നെ നിയമപ്രതിസന്ധിയിലേക്കും നീങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ഈ ഒരു കോടതിയുടെ നടപടി, തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഈ ഒരു നടപടി വളരെ ആകാംക്ഷയോടുകൂടിയാണ് പ്രത്യേകിച്ച് CPM കാണുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഒരുപക്ഷെ ഇല്ലാതായേക്കാവുന്ന ഒരു കേസായി മാറാൻ സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം കോടതി ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നു. ക്ലീൻ ചിറ്റ് വേണ്ട എന്നുള്ള രീതിയിലേക്ക് കോടതി ആ പോലീസ് റിപ്പോർട്ട് തള്ളിയിരിക്കുകയാണ്. അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ജയിലറയാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. തീർച്ചയായിട്ടും ഒരു വലിയൊരു കുറ്റമാണ്. നേരത്തെ ഇദ്ദേഹത്തിന് 3 ആഴ്ച ഇൻഡിഗോ സർവീസ് അവർ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം യാത്ര ചെയ്യുന്നതിന് 3 ആഴ്ചത്തേക്ക് വിലക്കി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇൻഡിഗോ കമ്പനി തെറ്റ് കണ്ടിരിക്കാം, അല്ലെങ്കിൽ അത് വിലക്ക് എങ്ങനെ വരും? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് കോടതിയുടെ മുന്നിലും ഇന്ന് വന്നത്. അതുകൊണ്ടാണ് കോടതി ഈ ക്ലീൻ ചിറ്റ് റദ്ദാക്കിയത്, പുതിയ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അതുകൊണ്ട് തന്നെ EP ജയരാജനെ സംബന്ധിച്ച് ഈ ഒരു കേസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മേൽ തൂങ്ങിയാടുന്ന ഒരു വാളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഏത് സമയം ആ കെട്ടിയിരിക്കുന്ന വാളിന്റെ അറ്റത്ത് കെട്ടിയിരിക്കുന്ന ചരട് പൊട്ടി താഴേക്ക് വീണാൽ ഒരുപക്ഷെ EP ജയരാജൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് തന്നെ കേരളത്തിൽ വലിയ ഒരു രാഷ്ട്രീയ നിയമ പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.